ചക്രപാണി ക്ലാസ്സസ് 2.0 ഇന്ന് നടന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷയുടെ ക്വസ്റ്റ്യനും ആൻസറുമാണ് നോക്കുന്നത്. ക്വസ്റ്റ്യൻ കോഡ് എ ആണ്. ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗറില്ല സമരം നടത്തിയ നേതാവ് ആരാണ്? ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗറില്ല സമരം നടത്തിയ നേതാവ് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി, താന്തിയ തോപ്പി. രണ്ടാമത്തെ ചോദ്യം, പുരാതന കാലത്ത് കേരളവുമായി യവനന്മാർക്കും റോമാക്കാർക്കും ഉണ്ടായിരുന്ന വാണിജ്യ ബന്ധത്തിന്റെ ശക്തമായ തെളിവുകൾ ഉത്ഖനനത്തിലൂടെ ലഭിച്ച പ്രദേശമേത്? ഉത്തരം ഓപ്ഷൻ ഡി, പട്ടണം. മൂന്നാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, ആന്ധ്രാപ്രദേശ്. നാലാമത്തെ ചോദ്യം, ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ എ, ജനീവ. അഞ്ചാമത്തെ ചോദ്യം, ഗാന്ധിജി നയിച്ച സമരങ്ങൾ താഴെ നൽകിയിരിക്കുന്നു. ശരിയായ ക്രമം തിരഞ്ഞെടുക്കുക. 4 സമരങ്ങൾ തന്നിട്ടുണ്ട്, കാലഗണനാ ക്രമത്തിൽ എഴുതാനാണ്. 1 നിസ്സഹകരണ പ്രസ്ഥാനം, 2 ഖേദ സത്യാഗ്രഹം, 3 ചമ്പാരൻ സത്യാഗ്രഹം, 4 സിവിൽ നിയമലംഘന പ്രസ്ഥാനം. ഈ 4 സമരങ്ങളെ കാലഗണനാ ക്രമത്തിൽ എഴുതാനാണ്. അത് ശരിയായിട്ട് എഴുതുമ്പോൾ വരുന്നത് ഉത്തരം ഓപ്ഷൻ എ ആണ്. 3, 2, 1, 4. അതായത് ആദ്യം ചമ്പാരൻ സത്യാഗ്രഹം, അത് കഴിഞ്ഞ് ഖേദ സത്യാഗ്രഹം, അത് കഴിഞ്ഞ് നിസ്സഹകരണ പ്രസ്ഥാനം, അത് കഴിഞ്ഞ് വരുന്നത് സിവിൽ നിയമലംഘന പ്രസ്ഥാനം. അങ്ങനെ ഉത്തരം ശരിയായിട്ട് വരുന്ന ഓപ്ഷൻ എ, 3, 2, 1, 4. ആറാമത്തെ ചോദ്യം, 2023 150-ാം ജന്മവാർഷികം ആചരിക്കപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ്? 2023 150-ാം ജന്മവാർഷികം ആചരിക്കപ്പെടുന്ന നവോത്ഥാന നായകൻ ആര്? ഉത്തരം ഓപ്ഷൻ ബി, വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഏഴാമത്തെ ചോദ്യം, ഭൂവൽക്കത്തെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഭൂവൽക്കത്തെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത് എന്നതാണ് ചോദ്യം. ഒന്നാമത്തെ പ്രസ്താവന, ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള ശിലാനിർമ്മിതമായ കട്ടിയുള്ള ഭാഗമാണ് ഭൂവൽക്കം. രണ്ടാമത്തെ പ്രസ്താവന, സമുദ്രതട ഭൂവൽക്കനത്തിന് വൻകര ഭൂവൽക്കത്തെ അപേക്ഷിച്ച് കനം കുറവാണ്. മൂന്നാമത്തെ പ്രസ്താവന, ഹിമാലയൻ പർവ്വത മേഖലകളിൽ ഭൂവൽക്കത്തിന് കനം വളരെ കുറവാണ്. ഇതിൽ ശരിയായ പ്രസ്താവനകൾ ഏത് എന്നതാണ് ചോദ്യം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത്. ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഒന്നുകൂടി വായിക്കാം. ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള ശിലാനിർമ്മിതമായ കട്ടിയുള്ള ഭാഗമാണ് ഭൂവൽക്കം. അത് ശരിയാണ്. 2, സമുദ്രതട ഭൂവൽക്കത്തിന് വൻകര ഭൂവൽക്കത്തെ അപേക്ഷിച്ച് കനം കുറവാണ്. അതും ശരിയാണ്. മൂന്നാമത് പറഞ്ഞ പ്രസ്താവന തെറ്റാണ്. അപ്പോൾ ഉത്തരം ഓപ്ഷൻ ബി, 1, 2 മാത്രമാണ് ശരിയായിട്ടുള്ളത്. എട്ടാമത്തെ ചോദ്യം, തിരമാലകൾ എന്നാൽ 3 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. തിരമാലകൾ എന്നാൽ എന്ത് എന്നതാണ് ചോദ്യം. ഒന്നാമത്തെ പ്രസ്താവന, ജലത്തിന്റെ ചലനം. രണ്ടാമത്തെ പ്രസ്താവന, സമുദ്ര ഉപരിതലത്തിലൂടെയുള്ള ഊർജ പ്രവാഹം. മൂന്നാമത്തെ പ്രസ്താവന, ചന്ദ്രന്റെയും സൂര്യന്റെയും ഗുരുത്വാകർഷണ ബലം മൂലം സമുദ്രജലത്തിനുണ്ടാകുന്ന ചലനം. ഇതിൽ തിരമാലകൾ എന്നാൽ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. അതായത് ഓപ്ഷൻ സി 2 മാത്രം, സമുദ്ര ഉപരിതലത്തിലൂടെയുള്ള ഊർജ പ്രവാഹം. ഇപ്പൊ തിരമാലകൾ എന്നാൽ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി 2 മാത്രം. രണ്ടാമത്തെ പ്രസ്താവന എങ്ങനെയാണ്? സമുദ്ര ഉപരിതലത്തിലൂടെയുള്ള ഊർജ പ്രവാഹം. അടുത്ത 9ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യൻ തീര സമതലങ്ങളെ കുറിച്ചുള്ള തെറ്റായ സൂചന കണ്ടെത്തുക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യൻ തീര സമതലങ്ങളെ കുറിച്ചുള്ള തെറ്റായ സൂചന കണ്ടെത്തുക. ഒന്നാമത്തെ പ്രസ്താവന, പശ്ചിമ തീരത്തെ അപേക്ഷിച്ച് കിഴക്കൻ തീര സമതലം വീതി കുറവാണ്. രണ്ടാമത്തെ പ്രസ്താവന, കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദികളിൽ പൂർവ്വതീരങ്ങളിൽ വിശാലമായ ഡെൽറ്റകൾ സൃഷ്ടിക്കുന്നു. മൂന്നാമത്തെ പ്രസ്താവന, താഴ്ന്നു പോയ സമതലങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് പശ്ചിമ തീര സമതലങ്ങൾ. ഇതിൽ തെറ്റായ പ്രസ്താവന ഏത് എന്നതാണ് ചോദ്യം. തെറ്റായ പ്രസ്താവന ഉത്തരം ഓപ്ഷൻ എ, 1 മാത്രമാണ്. ഒന്നാമത്തെ പ്രസ്താവനയാണ് തെറ്റ്. ഒന്നാമത്തെ പ്രസ്താവന ഇങ്ങനെയായിരുന്നു, പശ്ചിമ തീരത്തെ അപേക്ഷിച്ച് കിഴക്കൻ തീരസമതലം വീതി കുറവ് എന്നാണ് തന്നിരിക്കുന്നത്. അത് തെറ്റാണ്. കിഴക്കൻ തീരസമതലത്തിന്റെ വീതി കൂടുതലാണ്. ബാക്കി പറഞ്ഞ 2 പ്രസ്താവനകളും ശരിയാണ്. അതായത് കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദികൾ പൂർവ്വതീരങ്ങളിൽ വിശാലമായ ഡെൽറ്റകൾ സൃഷ്ടിക്കുന്നു. ശരിയാണ്. താഴ്ന്നുപോയ സമതലങ്ങൾക്ക് ഉദാഹരണമാണ് പശ്ചിമ തീര സമതലങ്ങൾ. അതും ശരിയാണ്. അടുത്ത 10ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ എൽ നിനോ പ്രതിഭാസവുമായി ബന്ധപ്പെട്ടവ ഏതെല്ലാം? താഴെ കൊടുത്തിരിക്കുന്നവയിൽ എൽ നിനോ പ്രതിഭാസവുമായി ബന്ധപ്പെട്ടവ ഏതെല്ലാം? 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. പ്രസ്താവനകളാണ്. ഒന്നാമത്തെ പ്രസ്താവന, മധ്യരേഖ വായു ചംക്രമണത്തെ തടസ്സപ്പെടുത്തുന്നു. രണ്ടാമത്തെ പ്രസ്താവന, സമുദ്രജല ബാഷ്പീകരണം ക്രമരഹിതമാകുന്നു.
മൂന്നാമത്തെ പ്രസ്താവന സമുദ്രപ്ലവങ്ങളുടെ അളവിൽ കുറവ് വരുത്തുന്നു. നാലാമത്തെ പ്രസ്താവന കാലാവസ്ഥാ മാറ്റത്തിന് ഇതൊരു കാരണമാകുന്നില്ല. അപ്പോൾ ഇതിൽ എൽനിനോ പ്രതിഭാസവുമായി ബന്ധപ്പെട്ട പ്രസ്താവന ഏത് എന്നതാണ് ചോദ്യം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി 2 മാത്രം. അതായത് സമുദ്രജല ബാഷ്പീകരണം ക്രമരഹിതമാകുന്നു. അടുത്തത് 11ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ ഒരു പ്രധാന ഭൗമ താപോർജ ഉൽപാദന കേന്ദ്രമാണ്. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. 1 പുക താഴ്വര, 2 മണികരൺ, 3 ദിഗ്ബോയി, 4 അങ്കലേശ്വർ. ഇതിൽ പ്രധാനപ്പെട്ട ഭൗമ താപോർജ കേന്ദ്രങ്ങൾ ഏതൊക്കെയെന്നാണ്. അപ്പോൾ ഓപ്ഷൻ വന്നിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ ബി 1ഉം 2ഉമാണ്. പ്രസ്താവനയായിട്ടാണ് ചോദിച്ചത്. ഇന്ത്യയിലെ പ്രധാന ഭൗമ താപോർജ ഉൽപാദന കേന്ദ്രങ്ങളിൽ താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണെന്നാണ്. ഉത്തരം ഓപ്ഷൻ ബി 1ഉം 2ഉം. അതായത് പുക താഴ്വരയും മണികരണുമാണ് ഭൗമ താപോർജ കേന്ദ്രങ്ങളായി വരുന്നത്. 12ാമത്തെ ചോദ്യം. 2023 ഡിസംബറിൽ ചെന്നൈയിലുണ്ടായ വെള്ളപ്പൊക്കത്തിന് കാരണമായ ചുഴലിക്കാറ്റ് ഏതാണ്? 2023 ഡിസംബറിൽ ചെന്നൈയിലുണ്ടായ വെള്ളപ്പൊക്കത്തിന് കാരണമായ ചുഴലിക്കാറ്റ് ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി മിഷോങ്. 13ാമത്തെ ചോദ്യം. ആഗോളവൽക്കരണത്തിന്റെ പ്രധാന ഫലങ്ങളിൽ ഒന്നാണ് ഡാഷ്. ആഗോളവൽക്കരണത്തിന്റെ പ്രധാന ഫലങ്ങളിൽ ഒന്നാണ് ഡാഷ്. ഉത്തരം ഓപ്ഷൻ എ പുറം പണി കരാർ. പുറം പണി കരാർ. 14ാമത്തെ ചോദ്യം. GST നിലവിൽ വന്നതെന്ന്. ഉത്തരം ഓപ്ഷൻ സി 2017 ജൂലൈ. 2017 ജൂലൈ 1-നാണ് GST നിലവിൽ വരുന്നത്. 15ാമത്തെ ചോദ്യം. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ യോജിക്കാത്ത പ്രസ്താവന ഏത്? ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത് എന്നതാണ് ചോദ്യം. 1ാമത്തെ പ്രസ്താവന ചെറുകിട കർഷകരും വൻകിട കർഷകരും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു. 2ാമത്തെ പ്രസ്താവന അത്യുൽപാദന മേന്മയുള്ള വിളകൾക്ക് കൂടുതൽ കീടാക്രമണ സാധ്യത ഉണ്ടായിരുന്നു. 3ാമത്തെ പ്രസ്താവന ഹരിത വിപ്ലവത്തിന്റെ 2ാം ഘട്ടം 1970 പകുതി മുതൽ 1980 പകുതി വരെയാണ്. 4ാമത്തെ പ്രസ്താവന ഇവയൊന്നുമല്ല എന്നാണ്. അപ്പോൾ ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. മേൽപ്പറഞ്ഞ പ്രസ്താവനകളെല്ലാം ശരിയാണ്. തെറ്റായതാണ് ചോദിച്ചത്. ഇവയൊന്നുമല്ല എന്നതാണ് ഓപ്ഷൻ വരുന്നത്. ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. അടുത്തത് 16ാമത്തെ ചോദ്യം. പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങളുമായി യോജിക്കാത്ത പ്രസ്താവന ഏത്? പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങളുമായി യോജിക്കാത്ത പ്രസ്താവന ഏത്? 1ാമത്തെ പ്രസ്താവന ഇതിൽ നയങ്ങളെ 2ആയി തരംതിരിക്കുന്നു. സുസ്ഥിരമാക്കൽ നടപടികൾ, ഘടനാപരമായ പരിഷ്കരണങ്ങൾ. 2ാമത്തെ പ്രസ്താവന സുസ്ഥിരമാക്കൽ നടപടികളിൽ അടവ് ശിഷ്ടത്തിലെ കമ്മി പരിഹരിക്കുന്നതിനും പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നതിനുമാണ് ഈ നടപടികൾ ലക്ഷ്യം വച്ചത്. 3ാമത്തെ പ്രസ്താവന ഘടനാപരമായ പരിഷ്കരണ നയങ്ങൾ ഹ്രസ്വകാല നടപടികളാണ്. 4ാമത്തെ പ്രസ്താവന ഘടനാപരമായ പരിഷ്കരണ നയങ്ങളിൽ സമ്പദ് വ്യവസ്ഥയുടെ കാര്യക്ഷമത മെച്ചപ്പെടുത്തുക, അന്താരാഷ്ട്ര മത്സരക്ഷമത വർദ്ധിപ്പിക്കുക എന്നിവയാണ് പ്രധാന ലക്ഷ്യം. അപ്പോൾ ഇതിൽ പുത്തൻ സാമ്പത്തിക പരിഷ്കാരവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. ഘടനാപരമായ പരിഷ്കരണ നയങ്ങൾ ഹ്രസ്വകാല നടപടികളാണ് എന്ന് പറഞ്ഞതാണ് അതിൽ തെറ്റായ പ്രസ്താവന. ഈ ഘടനാപരമായ പരിഷ്കരണ നയങ്ങൾ ദീർഘകാല നടപടികളാണ്. 17ാമത്തെ ചോദ്യം. നീതി ആയോഗുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? നീതി ആയോഗുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് ചോദ്യം. ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ നയരൂപീകരണവും പദ്ധതികളുടെ ചട്ടക്കൂടും രൂപപ്പെടുത്തൽ. ഓപ്ഷൻ ബി സഹകരണ ഫെഡറലിസം. ഓപ്ഷൻ സി നിരീക്ഷണവും വിലയിരുത്തലും. ഓപ്ഷൻ ഡി ഇവയെല്ലാം. ഉത്തരം ഓപ്ഷൻ ഡി ഇവയെല്ലാം. ഈ പറഞ്ഞതെല്ലാം നീതി ആയോഗുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ്. പ്രസ്താവനകൾ ഒന്നുകൂടി വായിക്കാം. നയരൂപീകരണവും പദ്ധതികളുടെ ചട്ടക്കൂടും രൂപപ്പെടുത്തൽ, സഹകരണ ഫെഡറലിസം, നിരീക്ഷണവും വിലയിരുത്തലും. ഈ പറഞ്ഞതെല്ലാം നീതി ആയോഗുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ്. 18ാമത്തെ ചോദ്യം. പ്രധാൻമന്ത്രി ജൻധൻ യോജന നിലവിൽ വന്നത് എന്നാണ്? പ്രധാൻമന്ത്രി ജൻധൻ യോജന നിലവിൽ വന്നതെന്ന്. ഉത്തരം ഓപ്ഷൻ എ 2014 ഓഗസ്റ്റ് 28. 2014 ഓഗസ്റ്റ് 28-നാണ് പ്രധാൻമന്ത്രി ജൻധൻ യോജന നിലവിൽ വരുന്നത്. 19ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ മാർഗനിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് നൽകിയിരിക്കുന്നത്. തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. മാർഗനിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ്. 1ാമത്തെ പ്രസ്താവന ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടം കൊണ്ടതാണ്. 2ാമത്തെ പ്രസ്താവന കോടതിയെ സമീപിക്കാവുന്നതാണ്. 3ാമത്തെ പ്രസ്താവന വില്ലേജ് പഞ്ചായത്തുകളെ പ്രോത്സാഹിപ്പിക്കുന്നു.
നാലാമത്തെ പ്രസ്താവന അന്താരാഷ്ട്ര സമാധാനം പ്രോത്സാഹിപ്പിക്കുന്നു. ഇതിൽ മാർഗനിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകളാണ് കണ്ടെത്തേണ്ടത്. ഉത്തരം ഓപ്ഷൻ സി 1ഉം 2ഉം. ഒന്നാമത്തെ പ്രസ്താവനയും രണ്ടാമത്തെ പ്രസ്താവനയുമാണ് തെറ്റായി വരുന്നത്. ഒന്നാമത്തെ പ്രസ്താവന ഇതായിരുന്നു, ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ കടം കൊണ്ടത്. അത് തെറ്റാണ്, അയർലൻഡിൽ നിന്നുമാണ് കടമെടുത്തത്. രണ്ടാമത്തെ പ്രസ്താവന ഇതായിരുന്നു, കോടതിയെ സമീപിക്കാവുന്നതാണ്. അത് തെറ്റാണ്, കോടതിയെ സമീപിക്കാനായിട്ട് കഴിയില്ല. അപ്പോൾ ഇതിൽ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി 1ഉം 2ഉമായിരുന്നു തെറ്റായ പ്രസ്താവനകൾ. 20ാമത്തെ ചോദ്യം, സമവർത്തി ലിസ്റ്റിലോ സംസ്ഥാന ലിസ്റ്റിലോ പറഞ്ഞിട്ടില്ലാത്ത ഏത് വിഷയവുമായും ബന്ധപ്പെട്ട് നിയമം നിർമ്മിക്കുവാൻ പാർലമെന്റിന് അധികാരം ഉണ്ടായിരിക്കുന്നതാണ് എന്ന് പറഞ്ഞിരിക്കുന്ന അനുച്ഛേദം ഏതാണ്? സമവർത്തി ലിസ്റ്റിലോ സംസ്ഥാന ലിസ്റ്റിലോ പറഞ്ഞിട്ടില്ലാത്ത ഏത് വിഷയവുമായും ബന്ധപ്പെട്ട് നിയമം നിർമ്മിക്കുവാൻ പാർലമെന്റിന് അധികാരം ഉണ്ടായിരിക്കുന്നതാണ് എന്ന് പറഞ്ഞിരിക്കുന്ന അനുച്ഛേദം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, അനുച്ഛേദം 248. ആർട്ടിക്കിൾ 248 ആണ് ഉത്തരം, ഓപ്ഷൻ ഡി. 21ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ശരിയായ പ്രസ്താവനയാണ് കണ്ടെത്തേണ്ടത്. ഒന്നാമത്തെ പ്രസ്താവന, സംസ്ഥാനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന തർക്കങ്ങളെക്കുറിച്ച് അന്വേഷണ വിചാരണ നടത്തുവാനും ഉപദേശിക്കുവാനും പ്രസിഡന്റിന് അധികാരം ഉണ്ടായിരിക്കും. രണ്ടാമത്തെ പ്രസ്താവന, സംസ്ഥാനങ്ങളുടെ കടമെടുപ്പിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം 293 ആണ്. മൂന്നാമത്തെ പ്രസ്താവന, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ വർഷം തോറും റിപ്പോർട്ട് സമർപ്പിക്കുന്നത് പാർലമെന്റിനാണ്. നാലാമത്തെ പ്രസ്താവന, ദേശീയ പട്ടികജാതി കമ്മീഷൻ എന്നത് ഒരു ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ ഉൾപ്പെടെ 4 അംഗങ്ങൾ ഉണ്ടായിരിക്കും. ഇതിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയെന്നാണ് കണ്ടെത്തേണ്ടത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉം ശരി. 1ഉം 2ഉം പ്രസ്താവനകളാണ് ശരിയായിട്ട് വരുന്നത്. ആ 1ഉം 2ഉം പ്രസ്താവനകൾ ഒന്നുകൂടി വായിക്കാം. സംസ്ഥാനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന തർക്കങ്ങളെക്കുറിച്ച് അന്വേഷണ വിചാരണ നടത്തുവാനും ഉപദേശിക്കുവാനും പ്രസിഡന്റിന് അധികാരം ഉണ്ടായിരിക്കും. ശരിയാണ്. സംസ്ഥാനങ്ങളുടെ കടമെടുപ്പിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം 293 ആണ്. അതും ശരിയാണ്. അപ്പോൾ ശരിയായ പ്രസ്താവനകൾ ഓപ്ഷൻ ബി 1, 2. 22ാമത്തെ ചോദ്യം, ട്രേഡ് യൂണിയനുകൾ ഏത് ലിസ്റ്റിൽ വരുന്നവയാണ്? ട്രേഡ് യൂണിയനുകൾ ഏത് ലിസ്റ്റിൽ വരുന്നവയാണ്? ഉത്തരം ഓപ്ഷൻ സി, കൺകറന്റ് ലിസ്റ്റ്. 23ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ശരിയായ പ്രസ്താവന ഏതെന്നാണ് കണ്ടെത്തേണ്ടത്. ഒന്നാമത്തെ പ്രസ്താവന, 44ാം ഭേദഗതിയിലൂടെ മതേതരത്വം എന്ന ആശയം ഭരണഘടനയുടെ ആമുഖത്തിൽ ചേർക്കപ്പെട്ടു. രണ്ടാമത്തെ പ്രസ്താവന, 52ാം ഭേദഗതിയിലൂടെ മൗലിക കടമകൾ ഉൾപ്പെടുത്തി. മൂന്നാമത്തെ പ്രസ്താവന, 73ാം ഭേദഗതി പഞ്ചായത്തി രാജ് സമ്പ്രദായം നടപ്പിലാക്കി. നാലാമത്തെ പ്രസ്താവന, 74ാം ഭേദഗതി നഗരപാലിക ബിൽ നടപ്പിലാക്കി. ഇതിൽ ശരിയായ പ്രസ്താവനകൾ ഏതെന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ സി 3, 4 എന്നിവയാണ് ശരിയായിട്ടുള്ളത്. ശരിയായ പ്രസ്താവനകൾ ഒന്നുകൂടി വായിക്കാം. മൂന്നാമത്തെ പ്രസ്താവന എങ്ങനെയായിരുന്നു? 73ാം ഭേദഗതി പഞ്ചായത്തി രാജ് സമ്പ്രദായം നടപ്പിലാക്കി. അത് ശരിയാണ്. നാലാമത്തെ പ്രസ്താവന, 74ാം ഭേദഗതി നഗരപാലിക ബിൽ നടപ്പിലാക്കി. അതും ശരിയാണ്. അപ്പോൾ ഉത്തരം ഓപ്ഷൻ സി 3, 4 എന്നിവ ശരിയാണ്. അടുത്തത് 24ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഒന്നാമത്തെ പ്രസ്താവന, ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം 1946 ഡിസംബർ 9 നടന്നു. രണ്ടാമത്തെ പ്രസ്താവന, ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം 207. മൂന്നാമത്തെ പ്രസ്താവന, ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത വനിതകൾ 7. ഇതിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. എയും ബിയും ശരിയാണ്. എ ഓപ്ഷൻ ഇതായിരുന്നു, ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം 1946 ഡിസംബർ 9 നടന്നത്. അത് ശരിയാണ്. രണ്ടാമത്തേത് ബി ഓപ്ഷൻ ഇങ്ങനെയായിരുന്നു, ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം 207. അതും ശരിയാണ്. അപ്പോൾ ശരിയായ പ്രസ്താവനകൾ ഓപ്ഷൻ എ, ബി എന്നിവയാണ് ശരി. 25ാമത്തെ ചോദ്യം, താഴെ തന്നിട്ടുള്ളവയിൽ ജസ്റ്റിസ് ഫാത്തിമ ബീവിയെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏത്? ഫാത്തിമ ബീവിയെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനയാണ് കണ്ടെത്തേണ്ടത്. ഒന്നാമത്തെ പ്രസ്താവന, 1988 സുപ്രീം കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജിയായി. രണ്ടാമത്തെ പ്രസ്താവന, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ മലയാളി വനിത. മൂന്നാമത്തെ പ്രസ്താവന, കേരള ഹൈക്കോടതിയിലെ ആദ്യ മുസ്ലിം വനിതാ ജഡ്ജി. നാലാമത്തെ പ്രസ്താവന, അന്തരിച്ചത് 2023 നവംബർ 22. അപ്പോൾ ഫാത്തിമ ബീവിയെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകളാണ് കണ്ടെത്തേണ്ടത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി 2, 3 ശരിയാണ്. 2, 3 ശരിയാണ്.
ശരിയായ പ്രസ്താവനകൾ വായിക്കാം. രണ്ടാമത്തെ പ്രസ്താവന, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ മലയാളി വനിത. അത് ശരിയാണ്. മൂന്നാമത്തെ പ്രസ്താവന, കേരള ഹൈക്കോടതിയിലെ ആദ്യ മുസ്ലിം വനിതാ ജഡ്ജി. അതും ശരിയാണ്. അപ്പോൾ ശരിയായ പ്രസ്താവനകൾ വരുന്നത് ഓപ്ഷൻ ബി, 2, 3 എന്നിവയാണ്. ഇനി ഫാത്തിമ ബീവിയെ സംബന്ധിച്ച് ഇതിൽ തെറ്റായി തന്നിരുന്നത് ഒന്നാമത്തെയും നാലാമത്തെയും ആയിരുന്നു. ഒന്നാമത്തെ പ്രസ്താവന എങ്ങനെയായിരുന്നു? 1988 സുപ്രീം കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജിയായി. അത് തെറ്റാണ്. വർഷമാണ് തെറ്റിച്ച് തന്നിരിക്കുന്നത്. 1989 സുപ്രീം കോടതിയിലെ ജഡ്ജിയായിട്ട് ഫാത്തിമ ബീവി ചുമതലയേറ്റത്. പിന്നെ നാലാമത്തെ പ്രസ്താവന ഇങ്ങനെയായിരുന്നു, അന്തരിച്ചത് 2023 നവംബർ 22 എന്നാണ് തന്നിരിക്കുന്നത്. അത് തെറ്റാണ്. അന്തരിച്ചത് 2023 നവംബർ 23 അടുത്ത 26ാമത്തെ ചോദ്യം, അടിയന്തരാവസ്ഥ കാലത്ത് അനുച്ഛേദം 19 റദ്ദ് ചെയ്യുന്നത് സംബന്ധിച്ച ആർട്ടിക്കിൾ ഏതാണ്? അടിയന്തരാവസ്ഥ കാലത്ത് അനുച്ഛേദം 19 റദ്ദു ചെയ്യുന്നത് സംബന്ധിച്ച ആർട്ടിക്കിൾ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, ആർട്ടിക്കിൾ 358. 27ാമത്തെ ചോദ്യം, നിലവിലെ UPSC ചെയർമാൻ ആരാണ്? നിലവിലെ UPSC ചെയർമാൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി, മനോജ് സോണി. 28ാമത്തെ ചോദ്യം, താഴെ പറഞ്ഞിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? തെറ്റായ പ്രസ്താവനയാണ് കണ്ടെത്തേണ്ടത്. ഒന്നാമത്തെ പ്രസ്താവന, പഞ്ചായത്തി രാജ് സംവിധാന പ്രകാരം 1/3 സീറ്റുകൾ എല്ലാ തലങ്ങളിലും സ്ത്രീകൾക്കായി സംവരണം ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ പ്രസ്താവന, പഞ്ചായത്തി രാജ് ഭരണഘടനയുടെ 11ാം ഷെഡ്യൂളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മൂന്നാമത്തെ പ്രസ്താവന, ഗ്രാമസഭയുടെ മേൽനോട്ടത്തിലാണ് ഗ്രാമപഞ്ചായത്ത് പ്രവർത്തിക്കുന്നത്. നാലാമത്തെ പ്രസ്താവന, ഗ്രാമസഭ വിളിച്ചു ചേർക്കുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും അധ്യക്ഷൻ വാർഡ് മെമ്പറുമാണ്. ഈ പറഞ്ഞതിൽ തെറ്റായ പ്രസ്താവന ഏത് എന്നതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. നാലാമത് പറഞ്ഞ പ്രസ്താവനയാണ് തെറ്റ്. ഓപ്ഷൻ ഡി ആണ് തെറ്റായിട്ട് വരുന്നത്. അതായത് ഗ്രാമസഭ വിളിച്ചു ചേർക്കുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും അധ്യക്ഷൻ വാർഡ് മെമ്പറുമാണ് എന്നാണ് തന്നിരിക്കുന്നത്. അത് തെറ്റാണ്. ഗ്രാമസഭയുടെ അധ്യക്ഷൻ എപ്പോഴും പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കും. അടുത്തത് 29ാമത്തെ ചോദ്യം, കേരളത്തിൽ പഞ്ചായത്തി രാജ് ദിനം എന്നാണ്? കേരളത്തിൽ പഞ്ചായത്തി രാജ് ദിനം എന്നാണ്? ഉത്തരം ഓപ്ഷൻ ബി, ഫെബ്രുവരി 19. 30ാമത്തെ ചോദ്യം, കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം രൂപീകൃതമായത് ഏത് ആക്ട് പ്രകാരമാണ്? കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം രൂപീകൃതമായത് ഏത് ആക്ട് പ്രകാരമാണ്? ഉത്തരം ഓപ്ഷൻ എ, 2008 28ാം നമ്പർ ആക്ട് പ്രകാരം. 31ാമത്തെ ചോദ്യം, കേരള ജുഡീഷ്യൽ സർവീസിലെയോ കേരള ക്രിമിനൽ ജുഡീഷ്യൽ സർവീസിലെയോ ഒരു അംഗത്തെ സസ്പെൻഡ് ചെയ്യാൻ അധികാരമുള്ളത് ആർക്ക്? കേരള ജുഡീഷ്യൽ സർവീസിലെയോ കേരള ക്രിമിനൽ ജുഡീഷ്യൽ സർവീസിലെയോ ഒരു അംഗത്തെ സസ്പെൻഡ് ചെയ്യാൻ അധികാരമുള്ളത് ആർക്ക്? ഉത്തരം ഓപ്ഷൻ ബി, ഹൈക്കോടതി. 32ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് രാസവസ്തുവിന്റെ ഉൽപാദനം കുറയുന്നത് മൂലമാണ് പാർക്കിൻസൺസ് രോഗം ഉണ്ടാകുന്നത്? ഉത്തരം ഓപ്ഷൻ എ, ഡോപ്പമിൻ. 33ാമത്തെ ചോദ്യം, വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലം നേത്ര ആവരണവും കോർണിയയും വരണ്ട് കോർണിയ അതാര്യമായി തീരുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരെന്ത്? വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലം നേത്ര ആവരണവും കോർണിയയും വരണ്ട് കോർണിയ അതാര്യമായി തീരുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരെന്ത്? ഉത്തരം ഓപ്ഷൻ സി, സിറോഫ്താൽമിയ. 34ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായി യോജിപ്പിച്ചിരിക്കുന്നവ ഏത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായി യോജിപ്പിച്ചിരിക്കുന്നവ ഏത്? പ്രസ്താവനകൾ വായിക്കാം. ഒന്നാമത്തെ ജോഡി, പ്രൊലാക്റ്റിൻ മുലപ്പാൽ ഉൽപാദനം. 2, സൊമാറ്റോട്രോപ്പിൻ ശരീര വളർച്ച ത്വരിതപ്പെടുത്തുന്നു. 3, വാസോപ്രസിൻ പുരുഷന്മാരിൽ വൃഷണങ്ങളുടെ പ്രവർത്തനം ഉത്തേജിപ്പിക്കുന്നു. 4, ഗൊണാഡോട്രോഫിക് ഹോർമോൺ വൃക്കയിൽ ജലത്തിന്റെ പുനരാകിരണത്തിന് സഹായിക്കുന്നു. ഇതിൽ തെറ്റായ ജോഡി ഏതെന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ബി, 3, 4 ആണ് തെറ്റായ ജോഡി. മൂന്നാമത് പറഞ്ഞത് വാസോപ്രസിൻ പുരുഷന്മാരിൽ വൃഷണങ്ങളുടെ പ്രവർത്തനം ഉത്തേജിപ്പിക്കുന്നു. തെറ്റാണ്. ഗൊണാറ്റോട്രോഫിക് ഹോർമോൺ വൃക്കയിൽ ജലത്തിന്റെ പുനരാകിരണത്തിന് സഹായിക്കുന്നു. അതും തെറ്റാണ്. അടുത്ത 35ാമത്തെ ചോദ്യം, RNA-യിൽ കാണപ്പെടാത്ത നൈട്രജൻ ബേസ് ഏതാണ്? RNA-യിൽ കാണപ്പെടാത്ത നൈട്രജൻ ബേസ് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, തൈമിൻ. 36ാമത്തെ ചോദ്യം, ദേശീയ പഞ്ചായത്ത് പുരസ്കാരം 2023 ശിശു സൗഹൃദ വിഭാഗത്തിൽ 1ാം സ്ഥാനം നേടിയ കേരളത്തിലെ ഗ്രാമം ഏത്? ഉത്തരം ഓപ്ഷൻ എ, ചെറുതന. ആലപ്പുഴ ജില്ലയിലെ ചെറുതന ഗ്രാമമാണ് ശിശു സൗഹൃദ വിഭാഗത്തിൽ 1ാം സമ്മാനം നേടിയത്. 37ാമത്തെ ചോദ്യം, 2023 വൈദ്യശാസ്ത്ര നൊബേലിന് അർഹരായ ശാസ്ത്രജ്ഞൻ ആര്? ഉത്തരം ഓപ്ഷൻ ഡി, ഡ്രൂ വെയ്സ്മാൻ.
38ാമത്തെ ചോദ്യം, ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ ഏറ്റവും തരംഗദൈർഘ്യം കൂടിയ രശ്മി ഏത്? ഉത്തരം ഓപ്ഷൻ ബി റേഡിയോ തരംഗം. 39ാമത്തെ ചോദ്യം, പ്രതലബലത്തിന്റെ SI യൂണിറ്റ് പ്രസ്താവിക്കുക. പ്രതലബലത്തിന്റെ SI യൂണിറ്റ് പ്രസ്താവിക്കുക. ഉത്തരം ഓപ്ഷൻ എ ന്യൂട്ടൺ പെർ മീറ്റർ. ഓപ്ഷൻ എയിൽ ന്യൂട്ടൺ മീറ്റർ എന്നാണ് തന്നിരിക്കുന്നത്. പ്രതലബലത്തിന്റെ SI യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ ആണ്. 40ാമത്തെ ചോദ്യം, 20 ഗ്രാം ഭാരമുള്ള ഒരു വസ്തുവിന്റെ ഭൂമിയിൽ നിന്നുള്ള പലായന പ്രവേഗം 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ് എങ്കിൽ 100 ഗ്രാം ഭാരമുള്ള വസ്തുവിന്റെ പലായന പ്രവേഗം എത്രയായിരിക്കും? ഉത്തരം ഓപ്ഷൻ സി 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ്. 41ാമത്തെ ചോദ്യം, ഒരു തടാക പ്രതലത്തിൽ നിന്നും 10 മീറ്റർ ആഴത്തിൽ നീന്തുന്ന ഒരാളിൽ അനുഭവപ്പെടുന്ന മർദ്ദം എത്രയാണ്? ഒരു തടാക പ്രതലത്തിൽ നിന്ന് 10 മീറ്റർ ആഴത്തിൽ നീന്തുന്ന ഒരാളിൽ അനുഭവപ്പെടുന്ന മർദ്ദം എത്രയാണ്? അതിൽ തന്നിട്ടുള്ളത് ജി ഗ്രാവിറ്റി 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, അന്തരീക്ഷ മർദ്ദം 1 ATM, സാന്ദ്രത 10 ക്യൂബ് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഇങ്ങനെയാണ് തന്നിട്ടുള്ളത് കണക്ക് ചെയ്യാനായിട്ട്. ഇതിൽ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ 1 ATM. 42ാമത്തെ ചോദ്യം, മനുഷ്യരക്തത്തിന്റെ pH മൂല്യം എത്രയാണ്? മനുഷ്യരക്തത്തിന്റെ pH മൂല്യം എത്രയാണ്? ഉത്തരം ഓപ്ഷൻ ബി 7.4. 43ാമത്തെ ചോദ്യം, സ്റ്റെയിൻലെസ് സ്റ്റീൽ നിർമ്മിക്കുവാൻ ഇരുമ്പിൽ ചേർക്കുന്ന ലോഹം ഏതാണ്? സ്റ്റെയിൻലെസ് സ്റ്റീൽ നിർമ്മിക്കുവാൻ ഇരുമ്പിൽ ചേർക്കുന്ന ലോഹം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ നിക്കൽ. 44ാമത്തെ ചോദ്യം, വായു കുമിളകൾ താഴെ നിന്ന് ജലത്തിന്റെ ഉപരിതലത്തിലേക്ക് നീങ്ങുമ്പോൾ വികസിക്കുന്നു. ഇത് ഏതിന്റെ ഉദാഹരണമാണ്? ഉത്തരം ഓപ്ഷൻ ബി ബോയിൽ നിയമം. 45ാമത്തെ ചോദ്യം, ഇനി പറയുന്നവയിൽ ഏതിനാണ് 0 രാസസംയോഗ ശക്തി ഉള്ളത്? ഇനി പറയുന്നവയിൽ ഏതിനാണ് 0 രാസസംയോഗ ശക്തി ഉള്ളത്? ഉത്തരം ഓപ്ഷൻ ഡി ഹീലിയം. 46ാമത്തെ ചോദ്യം, അമ്മന്നൂർ മാധവ ചാക്യാർ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? ഉത്തരം ഓപ്ഷൻ സി കൂടിയാട്ടം. 47ാമത്തെ ചോദ്യം, ഒളിമ്പിക്സിലെ ആദ്യ ടീം മത്സര ഇനം ഏതാണ്? ഒളിമ്പിക്സിലെ ആദ്യ ടീം മത്സര ഇനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ടെന്നീസ്. 48ാമത്തെ ചോദ്യം, ആശയഗംഭീരൻ എന്നറിയപ്പെടുന്ന മലയാള കവി ആര്? ആശയഗംഭീരൻ എന്നറിയപ്പെടുന്ന മലയാള കവി ആര്? ഉത്തരം ഓപ്ഷൻ ഡി കുമാരനാശാൻ. 49ാമത്തെ ചോദ്യം, മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്തിന്നു പെറ്റമതൻ തൻ ഭാഷ താൻ ആരുടെ വാക്കുകളാണത്? ഉത്തരം ഓപ്ഷൻ എ വള്ളത്തോൾ. 50ാമത്തെ ചോദ്യം, അടുത്തിടെ ചൈനയിലെ കുട്ടികളിൽ കണ്ടെത്തിയ വൈറസ് ബാധ ഏതാണ്? അടുത്തിടെ ചൈനയിലെ കുട്ടികളിൽ കണ്ടെത്തിയ വൈറസ് ബാധ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി H9N2. H9N2 ആണ് ഉത്തരം ഓപ്ഷൻ ബി. അടുത്തത് മാത്സ് ചോദ്യങ്ങളാണ്. 51ാമത്തെ ചോദ്യം, ഭിന്നസംഖ്യകൾ കൂട്ടാനായിട്ടാണ് തന്നിരിക്കുന്നത്. 2ഉം 2ഉം 2ൽ 1 പ്ലസ് 3ഉം 3ൽ 1 പ്ലസ് 4ഉം 4ൽ 1 എത്രയെന്നാണ് ചോദ്യം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് 10 1/12. 10ഉം 12ൽ 1. 51ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ് 10ഉം 12ൽ 1. അടുത്ത 52ാമത്തെ ചോദ്യം ഒരു ക്രിയ ചെയ്യാനാണ്. 100ന്റെ ക്യൂബ് ഇൻറ്റു 1000⁵5 ഈസിക്കൽ ടു 10⁻x ആയാൽ എക്സിന്റെ വില എത്ര എന്നാണ് ചോദ്യം. 100ന്റെ ക്യൂബ് ഇൻറ്റു 1000⁵5 ഈസിക്കൽ ടു 10⁻x ആയാൽ എക്സിന്റെ വില എത്ര? ഉത്തരം ഓപ്ഷൻ എ ആണ് 21. എക്സിന്റെ വില 21. 53ാമത്തെ ചോദ്യം, ഒരു സമാന്തര ശ്രേണിയുടെ 15ാം പദം 35. 53ാമത്തെ ചോദ്യം, ഒരു സമാന്തര ശ്രേണിയുടെ 15ാം പദം 35. 35ാം പദം 15 ആയാൽ പൊതുവ്യത്യാസം എത്ര? ഉത്തരം ഓപ്ഷൻ സി -1. 54ാമത്തെ ചോദ്യം, എയുടെ 30% ബിയുടെ 20% ആയാൽ a+b = b-a എത്ര? ഒന്നുകൂടെ ചോദ്യം വായിക്കാം. എയുടെ 30% ബിയുടെ 20% ആയാൽ a+b = b-a എത്ര എന്നതാണ് ചോദ്യം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി 5:1. 55ാമത്തെ ചോദ്യം, ഒരു കോഡ് ഭാഷയിൽ ബോംബെ എന്നതിനെ
52 എന്ന് എഴുതാമെങ്കിൽ ഡൽഹി എന്നതിനെ എങ്ങനെ എഴുതാം? ഒരു കോഡ് ഭാഷയിൽ ബോംബെ എന്നതിനെ 52 എന്ന് എഴുതാമെങ്കിൽ ഡൽഹി എന്നതിനെ എങ്ങനെ എഴുതാം? ഉത്തരം ഓപ്ഷൻ സി ആണ് വരുന്നത്, 33. ഓപ്ഷൻ സി 33. 56-ാമത്തെ ചോദ്യം, 6000 രൂപയ്ക്ക് 6% സാധാരണ പലിശ നിരക്കിൽ 10 മാസത്തേക്കുള്ള പലിശ എത്ര? 6000 രൂപയ്ക്ക് 6% സാധാരണ പലിശ നിരക്കിൽ 10 മാസത്തേക്കുള്ള പലിശ എത്ര? ഉത്തരം ഓപ്ഷൻ ബി 300 രൂപ. 57-ാമത്തെ ചോദ്യം, കൂട്ടത്തിൽ ബന്ധമില്ലാത്ത സംഖ്യ കണ്ടെത്തുക. കൂട്ടത്തിൽ ബന്ധമില്ലാത്ത സംഖ്യ കണ്ടെത്തുക. ഓപ്ഷൻ വായിക്കാം. 391, 361, 225, 625. ഈ പറഞ്ഞതിൽ കൂട്ടത്തിൽ ചേരാത്ത സംഖ്യ ഏതാണ്? ഓപ്ഷൻ ഒന്നുകൂടി വായിക്കാം. 391, 361, 225, 625. ഇതിൽ കൂട്ടത്തിൽ ചേരാത്ത സംഖ്യ ഓപ്ഷൻ എ 391. 58-ാമത്തെ ചോദ്യം, 40 മിനിറ്റ് കൊണ്ട് മിനിറ്റ് സൂചി എത്ര ഡിഗ്രി തിരിയും? 40 മിനിറ്റ് കൊണ്ട് മിനിറ്റ് സൂചി എത്ര ഡിഗ്രി തിരിയും? ഉത്തരം ഓപ്ഷൻ ഡി 240 ഡിഗ്രി. 59-ാമത്തെ ചോദ്യം, ഒരു എണ്ണൽ സംഖ്യ അതിൻ്റെ വ്യുൽക്രമത്തിൻ്റെ 16 മടങ്ങാണ്, എന്നാൽ സംഖ്യ ഏത്? ഒരു എണ്ണൽ സംഖ്യ അതിൻ്റെ വ്യുൽക്രമത്തിൻ്റെ 16 മടങ്ങാണ്, എന്നാൽ സംഖ്യ ഏത്? ഉത്തരം ഓപ്ഷൻ ബി 4. 60-ാമത്തെ ചോദ്യം, 6/15 ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എത്ര? 6/15 ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എത്ര? ഉത്തരം ഓപ്ഷൻ സി 6. അടുത്തത് ഇംഗ്ലീഷ് ചോദ്യങ്ങളാണ്. 61-ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സെന്റൻസസ് കണ്ടെയ്ൻസ് എ ജെറണ്ട്? വിച്ച് ഓഫ് ദ ഫോളോയിങ് സെന്റൻസസ് കണ്ടെയ്ൻസ് എ ജെറണ്ട്? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ, ഷീ വാക്ക്ഡ് ടു ദ സ്റ്റോർ. ഓപ്ഷൻ ബി, ദേ വാച്ച്ഡ് ദ മൂവി. ഓപ്ഷൻ സി, ഹി എൻജോയ്സ് പ്ലേയിങ് സോസർ. ഓപ്ഷൻ ഡി, വി ഏറ്റ് പിസ്സ ഫോർ ഡിന്നർ. ഈ പറഞ്ഞതിൽ ജെറണ്ട് ഏതെന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ സി, ഹി എൻജോയ്സ് പ്ലേയിങ് സോസർ. 62-ാമത്തെ ചോദ്യം ആർട്ടുകൾ ചേർക്കാനാണ്. That was dash disappointment, but we managed to get dash room across dash hall from it. ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിക്കാം. That was dash disappointment, but we managed to get dash room across dash hall from it. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, ദ എ. ഇത് ചേർത്ത് വായിക്കുമ്പോൾ ദാറ്റ് വാസ് ദ ഡിസപ്പോയിൻമെന്റ് ബട്ട് വി മാനേജ്ഡ് ടു ഗെറ്റ് എ റൂം അക്രോസ് എ ഹോൾ ഫ്രം ഇറ്റ്. അപ്പോൾ ഉത്തരം ഓപ്ഷൻ സി ആണ് വരുന്നത്. 63-ാമത്തെ ചോദ്യം, ആസ് സൂൺ ആസ് ഹി കെയിം ഹി മേഡ് ഷുവർ ദാറ്റ് എവറിഥിങ് വാസ് ഓൾ റൈറ്റ്. ചേഞ്ച് ഇൻ ടു എ നെഗറ്റീവ് സെന്റൻസ് വിത്തൗട്ട് ചേഞ്ചിങ് ഇറ്റ്സ് മീനിങ്. ക്വസ്റ്റ്യൻ ഇതാണ്, ആസ് സൂൺ ആസ് ഹി കെയിം ഹി മേഡ് ഷുവർ ദാറ്റ് എവറിഥിങ് വാസ് ഓൾ റൈറ്റ്. ഈ സെന്റൻസിനെ അർത്ഥം മാറാതെ നെഗറ്റീവ് ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ എ ആണ്. നോ സൂണർ ഡിഡ് ഹി കം ദാൻ ഹി മേഡ് ഷുവർ ദാറ്റ് എവറിഥിങ് വാസ് ഓൾ റൈറ്റ്. ഉത്തരം ഓപ്ഷൻ എ ആണ്. നോ സൂണർ ഡിഡ് ഹി കം ദാൻ ഹി മേഡ് ഷുവർ ദാറ്റ് എവറിഥിങ് വാസ് ഓൾ റൈറ്റ്. 64-ാമത്തെ ചോദ്യം, ഇഫ് ജെയിംസ് ഡാഷ് ഇനഫ് മണി ഹി ഡാഷ് ബൈ എ ന്യൂ കാർ നെക്സ്റ്റ് ഇയർ. If James dash enough money, he dash buy a new car next year. ഉത്തരം ഓപ്ഷൻ എ ആണ്, ഹാഡ് വുഡ്. ചേർത്ത് വായിക്കുമ്പോൾ ഇഫ് ജെയിംസ് ഹാഡ് ഇനഫ് മണി ഹി വുഡ് ബൈ എ ന്യൂ കാർ നെക്സ്റ്റ് ഇയർ. 65-ാമത്തെ ചോദ്യം, ഹി വാസ് ആബ്സെന്റ് ഡാഷ് ഹി വാസ് സിക്ക്. ഹി വാസ് ആബ്സെന്റ് ഡാഷ് ഹി വാസ് സിക്ക്. പ്രിപ്പോസിഷൻ എഴുതാനാണ്. ഉത്തരം ഓപ്ഷൻ എ, ബിക്കോസ്. ഹി വാസ് ആബ്സെന്റ് ബിക്കോസ് ഹി വാസ് സിക്ക്. 66-ാമത്തെ ചോദ്യം, ചൂസ് ദ കറക്റ്റ് മീനിങ് ഓഫ് ദ ഫോറിൻ വേർഡ്സ് ആൻഡ് ഫ്രേസസ്. ചൂസ് ദ കറക്റ്റ് മീനിങ് ഓഫ് ദ ഫോറിൻ വേർഡ്സ് ആൻഡ് ഫ്രേസസ്. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇതിൽ ഫോറിൻ ഫ്രേസ് ആയിട്ട് വരുന്ന വേർഡ് ഏതെന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ സി ആണ്, എ ലവ് അഫെയർ. എ ലവ് അഫെയർ എന്ന് പറയുന്ന വേർഡിന്റെ ഫോറിൻ വേർഡാണ് അമോർ എന്ന് പറയുന്നത്, AMOUR, അമോർ. അപ്പോൾ ഉത്തരം ഓപ്ഷൻ സി, എ ലവ് അഫെയർ. 67-ാമത്തെ ചോദ്യം, ചൂസ് ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. ഡിസ്ക്രിപ്പൻസി എന്നതാണ് വാക്ക്. ഡിസ്ക്രിപ്പൻസി അതിന്റെ ശരിയായ സ്പെല്ലിംഗ് ആണ് ചോദിച്ചത്. ഉത്തരം ഓപ്ഷൻ സി ആണ് വരുന്നത്. ഡിസ്ക്രിപ്പൻസി ശരിയായ സ്പെല്ലിംഗ് DISCREPANCY. ഓപ്ഷൻ സി.
ഡിസ്ക്രിപ്പൻസി. 68ാമത്തെ ചോദ്യം, ഹിസ് സ്പീച്ച് ഹാസ് ടേക്കൺ ദ വിൻഡ് ഔട്ട് ഓഫ് മൈ സെയിൽസ്. ഇപ്പോൾ ടേക്കൺ ദ വിൻഡ് ഔട്ട് ഓഫ് മൈ സെയിൽസിൽ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അർത്ഥമാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, മെയ്ഡ് മീ ഡിപ്രസ്ഡ്. ഇപ്പോൾ 68ാമത്തെ ചോദ്യം ഒന്നുകൂടി വായിക്കാം. ഹിസ് സ്പീച്ച് ഹാസ് ടേക്കൺ ദ വിൻഡ് ഔട്ട് ഓഫ് മൈ സെയിൽസ്. ഇതിൽ വിൻഡ് ഔട്ട് ഓഫ് മൈ സെയിൽസ് കൊണ്ട് അർത്ഥമാക്കുന്നത് ഉത്തരം ഓപ്ഷൻ ഡി, മെയ്ഡ് മീ ഡിപ്രസ്ഡ്. 69ാമത്തെ ചോദ്യം, ദേ സെഡ് ലെറ്റസ് കം ഇൻ. ദേ സെഡ് ലെറ്റസ് കം ഇൻ. അതിന് എന്താണ്, പാസീവ് ആക്കാനാണ് ചോദിച്ചത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ദേ റിക്വസ്റ്റഡ് മീ ടു ലെറ്റ് ദം കം ഇൻ. ഉത്തരം ഓപ്ഷൻ ഡി, ദേ റിക്വസ്റ്റഡ് മീ ടു ലെറ്റ് ദം കം ഇൻ. 70ാമത്തെ ചോദ്യം, എ സ്പീച്ച് മെയ്ഡ് ബൈ സമ്മൺ ഫോർ ദ ഫസ്റ്റ് ടൈം. എ സ്പീച്ച് മെയ്ഡ് ബൈ സമ്മൺ ഫോർ ദി ഫസ്റ്റ് ടൈം. വൺ വേർഡ് ആണ് ചോദിച്ചത്. ഉത്തരം ഓപ്ഷൻ എ, മെയ്ഡൻ സ്പീച്ച്. എ സ്പീച്ച് മെയ്ഡ് ബൈ സമ്മൺ ഫോർ ദ ഫസ്റ്റ് ടൈം. ഉത്തരം ഓപ്ഷൻ എ, മെയ്ഡൻ സ്പീച്ച്. അടുത്ത മലയാളം ചോദ്യങ്ങളാണ്. 71ാമത്തെ ചോദ്യം, ശരിയായ പ്രയോഗം ഏത്? ശരിയായ പ്രയോഗം ഏത്? 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അതിൽ ഏതാണ് ശരിയായിട്ടുള്ള പ്രയോഗം? ഒന്നാമത്തെ പ്രസ്താവന 10 തെങ്ങ്. രണ്ടാമത്തേത് 10 തെങ്ങുകൾ. മൂന്നാമത്തേത് 100 പുസ്തകം. 4 100 പുസ്തകങ്ങൾ. ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ള പ്രയോഗങ്ങൾ എന്നതാണ് ചോദ്യം. ശരിയായിട്ട് വരുന്നത് ഓപ്ഷൻ ബി, 1ഉം 3ഉമാണ് ശരിയായിട്ട് വരുന്നത്. 10 തെങ്ങ് എന്ന് പറയുന്നതാണ് ശരിയായിട്ടുള്ളത്. 100 പുസ്തകം എന്ന് പറയുന്നതാണ് ശരിയായിട്ടുള്ളത്. അപ്പോൾ ശരിയായിട്ട് വരുന്നത് 1ഉം 3ഉമാണ്, ഓപ്ഷൻ ബി. 72ാമത്തെ ചോദ്യം, നേതാവ് എന്ന പദത്തിന്റെ സ്ത്രീലിംഗ ശബ്ദം ഏത്? ഉത്തരം ഓപ്ഷൻ സി, നേത്രി. നേതാവ് എന്ന പദത്തിന്റെ സ്ത്രീലിംഗമാണ് നേത്രി. ഓപ്ഷൻ സി, നേത്രി. 73ാമത്തെ ചോദ്യം, മിന്നാമിനുങ്ങ് എന്ന പദത്തിന്റെ പര്യായ പദമാണ്. 4 പര്യായ പദങ്ങൾ തന്നിട്ടുണ്ട്. ഇതിൽ മിന്നാമിനുങ്ങ് എന്ന പദത്തിന്റെ പര്യായ പദങ്ങൾ ഏതൊക്കെ എന്നതാണ് ചോദ്യം. എന്താണ് പദങ്ങൾ വായിക്കാം. ഒന്നാമത്തേത് പ്രകാശകൻ. 2 പ്രകാശിതം. 3 തൈജസ കീടം. തൈജസ കീടം. തൈജസ കീടം. 4ാമത്തേത് ഖദ്യോതം. ഖദ്യോതം. അപ്പോൾ ഇതിൽ മിന്നാമിനുങ്ങ് എന്ന പദത്തിന്റെ പര്യായം പദമായിട്ട് വരുന്നത് ഏതൊക്കെ എന്നതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ബി, 3ഉം 4ഉം ശരിയാണ്. അതായത് 3ാമത്തേത് തൈജസ കീടം, 4 ഖദ്യോതം. ഇത് രണ്ടുമാണ് മിന്നാമിനുങ്ങിന്റെ പര്യായമായി വരുന്നത്. 74ാമത്തെ ചോദ്യം, ഫടൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഫടൻ. ഫടൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഉത്തരം ഓപ്ഷൻ എ, 1 മാത്രം. അതായത് വഞ്ചകൻ. വഞ്ചകൻ എന്നാണ് ഫടൻ എന്ന വാക്കിന്റെ അർത്ഥം. ഓപ്ഷൻ എ ആണ് വരുന്നത്. അടുത്തത് 75ാമത്തെ ചോദ്യം, ധനം എന്ന വാക്കിന് പകരം ഉപയോഗിക്കാവുന്ന പദമാണ് ഡാഷ്. ധനം എന്ന വാക്കിന് പകരം ഉപയോഗിക്കാവുന്ന പദമാണ് ഡാഷ്. ഓപ്ഷൻസ് വായിക്കാം. ഒന്നാമത്തേത് അർത്ഥം. അർത്ഥം. അടുത്ത വിത്തം. വിത്തം. അർദ്ധം. അർദ്ധം. ആനനം. ഇതിൽ ധനം എന്ന വാക്കിന് പര്യായമായി ഉപയോഗിക്കാൻ പറ്റുന്ന പദം ഏത്? ഉത്തരം അർത്ഥം. തായും തായും കൂടെ ചേരുന്നതാണ്. അതായത് ഓപ്ഷൻ എ, 1 മാത്രം ശരി. അർത്ഥം. ഇതാണ് ശരിയായിട്ടുള്ളത്. അടുത്തത് ശരിയായ വാക്കുകൾ ഏത് എന്നതാണ്. ശരിയായ വാക്കുകൾ തന്നിട്ടുള്ള വാക്കുകൾ എന്ന് പറയുന്നത്, ഒന്നാമത്തേത് രക്ഷകർത്താവ്. 2 രക്ഷാകർത്താവ്. 3 ഹാർദവം. 4 ഹാർദം. ഇതിൽ ശരിയായിട്ട് വരുന്ന വാക്കുകൾ ഏതൊക്കെയെന്നതാണ്. ഉത്തരം ഓപ്ഷൻ ഡി, 2ഉം 4ഉമാണ്. അതായത് രക്ഷാകർത്താവ് എന്നാണ് പറയേണ്ടത്. രക്ഷാകർത്താവ്. രക്ഷാകർത്താവ്. അടുത്ത വാക്ക് ഹാർദം. ഇത് രണ്ടുമാണ് ശരിയായിട്ട് വരുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി, 2ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. 77ാമത്തെ ചോദ്യം, ഫാഷൻ മോങ്കർ എന്ന പദത്തിനുള്ള ഉചിതമായ തർജ്ജമ ഏത്? ഫാഷൻ മോങ്കർ എന്ന പദത്തിന് ഉചിതമായ തർജ്ജമ ഏത്? ഉത്തരം ഓപ്ഷൻ എ, 1 മാത്രം. അതായത് ഒന്നാമത്തേത് അഴകിയ രാവണൻ. ഫാഷൻ മോങ്കർ എന്ന പദത്തിന് ശരിയായിട്ട് വരുന്ന തർജ്ജമ അഴകിയ രാവണൻ. 78ാമത്തെ ചോദ്യം, കഥയുടെ പ്രധാനമായ അംശം ഒറ്റപ്പദം ഏതാണ്? കഥയുടെ പ്രധാനമായ അംശം ഒറ്റപ്പദം ഏത്? ഉത്തരം ഓപ്ഷൻ സി, 2 മാത്രം ശരി. അതായത് രണ്ടാമത് തന്നിരിക്കുന്നത് കഥാസാരം. അപ്പോൾ കഥയുടെ പ്രധാനമായ അംശം ഒറ്റപ്പദം കഥാസാരം. ഓപ്ഷൻ സി ആണ്.
അടുത്തത് 79ാമത്തെ ചോദ്യം. പിൽക്കാലം, കണ്ണീർ എന്നീ പദങ്ങൾ പിരിച്ചെഴുതുന്നത് എങ്ങനെയെന്നാണ് ചോദ്യം. പിൽക്കാലം, കണ്ണീർ ശരിയായി പിരിച്ചെഴുതേണ്ടത് എങ്ങനെ? പിൽക്കാലം, പിൽക്കാലം, പിന്നെ വരുന്നത് കണ്ണീർ. ഇതിൽ പിൽക്കാലം എന്ന പദം പിരിച്ചെഴുതേണ്ടത് പിൻ പ്ലസ് കാലം എന്നാണ്. പിൻ പ്ലസ് കാലം. കണ്ണീർ എന്ന പദം പിരിച്ചെഴുതേണ്ടത് കൺ പ്ലസ് നീര്. കൺ പ്ലസ് നീര്. ഇങ്ങനെ ശരിയായിട്ട് പിരിച്ചെഴുതിയ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. 1ഉം 3ഉം ശരി. അതായത് ഒന്നാമത്തേത് പിൻ പ്ലസ് കാലം എന്നും അടുത്തത് മൂന്നാമത്തേത് കൺ പ്ലസ് നീരെന്നും. അപ്പോൾ ഓപ്ഷൻ എ 1ഉം 3ഉം ആണ് ശരിയായി വരുന്നത്. അടുത്തത് 80ാമത്തെ ചോദ്യം. അകത്തു കത്തിയും പുറത്തു പത്തിയും എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? അകത്ത് കത്തിയും പുറത്ത് പത്തിയും എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? ഉത്തരം ഓപ്ഷൻ ഡി 4 മാത്രമാണ് ശരി. നാലാമത് തന്നിരിക്കുന്ന പ്രസ്താവന എങ്ങനെയാണ്? ഉള്ളിൽ വിരോധവും പുറമേ സ്നേഹവും. അപ്പോൾ അകത്ത് കത്തിയും പുറത്ത് പത്തിയും എന്ന് പറഞ്ഞാൽ ഉള്ളിൽ വിരോധവും പുറമേ സ്നേഹവും. അങ്ങനെ ഇന്ന് നടന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷയുടെ 80 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കിയത്. അതിൽ സ്പെഷ്യൽ ടോപ്പിക്ക് നോക്കിയിട്ടില്ല, അത് വിട്ടിട്ടുണ്ട്.